all, welcome back. Welcome to a day in my life as a NEET aspirant. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട് ആസ് എൻ MBBS സ്റ്റുഡൻ്റ് ആണ്. സെക്കൻഡ് ഇയറിൽ പഠിച്ചപ്പോഴാണ് ചെയ്തത്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് വർഷമായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു NEET ആസ്പിറന്റിന്റെ ഡേ ഇൻ മൈ ലൈഫ്. അത് ഞാൻ പഠിച്ചൊരു അറ്റ്മോസ്ഫിയറിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, എൻ്റെ ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു, വളരെ അടിപൊളിയായിട്ട് ഞാൻ ഇന്നത്തെ ആ ഒരു കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരുപാട് എഫേർട്ട് എടുത്തിട്ട്. അപ്പോൾ ഇപ്പൊ കൃത്യം 7 മണി, രാവിലെ 7 മണിക്കാണ് എന്റെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ എണീക്കും. അപ്പോൾ 7 മണിക്ക് ഇരിക്കും. അതാണ് എന്റെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നീറ്റ് ആസ്പിറൻസിനൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഉപയോഗിച്ച നോട്ടും ഷോർട്ട് നോട്ടും MBBS മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഞാൻ ഫ്രീ ആയിട്ട് എന്റെ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണ്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ തന്നെ പോകുക, നേരെ അതിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആണ്, നിങ്ങൾക്ക് എല്ലാതും ഫ്രീ ആയിട്ട് കിട്ടും. 7 മണിയായി, 7 മണിക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലാസ് ആണ് ഫസ്റ്റ് കേൾക്കുന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം ഒരു 2 ഹവറിന്റെ സെഷനാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. ക്ലാസ് ടാബിൽ കേൾക്കും, നോട്ട് ഇതിൽ എഴുതും. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയ നോട്ടാണ്. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ബുക്കും നല്ലതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എക്സാം പേപ്പറും സെറ്റുകളും ഉണ്ട്. ഇത് ഞാൻ ഈ വർഷം റിലീസ് ചെയ്ത ബുക്കാണ്. ഇത് വേണ്ടവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ, എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഡെയിലി ഞാൻ എഴുതി വെക്കും. ഞാൻ ശരിക്കും തലേ ദിവസം തന്നെ എഴുതി വെക്കും. രാവിലെ 7 to 9 എന്താണ് ക്ലാസ് 1 ആണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രേക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 9 to 9 ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ OMR ഉണ്ട്. അതെല്ലാം കാണിച്ചു തരാം. അപ്പൊ നമ്മൾ 7 to 9 മണി വരെ എനിക്ക് ക്ലാസ് കേൾക്കണം. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കേൾക്കലാണ്. ഓക്കെ, കൃത്യം 7 മണിയായി. 7 മണിക്ക് ഇരുന്നു. 7 മണിക്ക് നമ്മൾ ക്ലാസ് കേൾക്കൽ തുടങ്ങുകയാണ്. ഓക്കെ, 7 മണിയായി. കൃത്യം 7 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് കേൾക്കൽ തുടങ്ങും. ഒരു ടൈം നമ്മൾ വേസ്റ്റ് ആക്കൂല. 7 to 9 കറക്റ്റ് ഷെഡ്യൂൾ ആയിരിക്കും. നമ്മൾ അതിനനുസരിച്ചായിരിക്കും ക്ലാസ് കേട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റഡി സെഷൻ കഴിഞ്ഞു. സ്റ്റഡി സെഷനിൽ നോട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 7 to 9 മണിയാണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എൻ്റെ സ്റ്റഡി സെഷൻ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ഇനി ഏകദേശം 9 to 9:30 ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ പരിപാടികളും തീർക്കും. അതിനുശേഷം 9 to 11:30 ക്ലാസ് 2 ആണ്. ഇപ്പൊ ബയോളജി ആണ് കേട്ടത്. ഇനി അടുത്തതിൽ ഞാൻ എന്ത് ചെയ്യും, കെമിസ്ട്രി ആണ് കേൾക്കുന്നത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് ആണ് ഫിസിക്സ് കേൾക്കുന്നത്. അത് എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുണ്ടാവും. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ഇനി അടുത്തത് കേൾക്കാനായിട്ട് പോകുന്നത് കെമിസ്ട്രി ആണ്. അപ്പോൾ കെമിസ്ട്രി ആണ് കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കെമിസ്ട്രി അനന്തസാര ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കണം. അത് കേട്ട് അതിന്റെ കൂടെ തന്നെ നോട്ട് എഴുതി പോകണം. ഓക്കെ, ഏകദേശം 2 മണിക്കൂറിന്റെ സെഷൻ ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. ഏകദേശം 9:30 മുതൽ 12:30 വരെ. ഓക്കെ, 2 മണിക്കൂറിന്റെ ക്ലാസ് ആയിരിക്കും. 9:30 മുതൽ 12:30 വരെ. ഏകദേശം നമുക്ക് 1.5 2 ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തീർക്കാനായിട്ടും പറ്റും. ബാക്കിയുള്ള ടൈമിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാലോ. അത് നിങ്ങളെ ഇഷ്ടം. ഓക്കെ, ഏതായാലും ക്ലാസ് കേൾക്കുന്നുണ്ട്. ഞാൻ 1.5 ഒക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. NCERT ക്രാക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് NCERT അതിന്റെ കൂടെ തന്നെ നോക്കി പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സസ് എല്ലാം ഒന്ന് കേൾക്കാം. ഓക്കെ, നോട്ട് എഴുതുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, പോസ് ചെയ്തിട്ടായിരിക്കും നോട്ട്സ് എല്ലാം എഴുതുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓരോ കോൺസെപ്റ്റ് മിസ്സാവും. അപ്പോൾ എൻ്റെ ഒരു രീതി അതാണ്. അതിന്റെ കൂടെ തന്നെ നോട്ട് എഴുതി പോകാതെ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ജസ്റ്റ് നോട്ടിലൊന്ന് നമ്മൾ എഴുതി വെക്കും. ഓക്കെ, വീണ്ടും ക്ലാസ് പ്ലാൻ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളെ അടുത്ത സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 11:30 ആയപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് 11:45 മുതൽ 12:45 വരെ ഏകദേശം എനിക്ക് തോന്നുന്നു 1 ഹവർ അല്ലെ. 1 ഹവർ എന്താണ് എൻ്റെ ഒരു ഡിഫറെന്റ് ആണ്. ബയോളജി റീഡ് ചെയ്യുക. ബയോളജി എന്ത് റീഡ് ചെയ്യും? ഡെഫിനറ്റ്ലി നമ്മൾ ബയോളജിയിൽ നമുക്കിപ്പോ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് കേട്ടത്. അപ്പൊ അതെന്ത് ചെയ്യും, നമ്മൾ ആ ഭാഗം ഒന്ന് NCERT റീഡ് ചെയ്യാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം 11:30 നിർത്തി. അപ്പൊ 11:45 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ഓക്കെ, അപ്പൊ എൻ്റെ ഷെഡ്യൂൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് പറ്റുന്നത്. ഷെഡ്യൂൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ. അതിൽ 11:45 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് ബ്രേക്കിൽ നമ്മൾ എടുത്ത ഭാഗം ജസ്റ്റ് എന്ത് ചെയ്യും, NCERT റീഡ് ചെയ്യും.
എൻ്റെ ബുക്കൊക്കെ നിങ്ങൾക്ക് അറിയാം അത്രയും യൂസ്ഡ് ആണ്. കാര്യം 2021 2022 ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളെ ബുക്ക്. കാര്യം എന്താ വെച്ചാൽ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും നിങ്ങൾ എത്രത്തോളം വായിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ MBBS എല്ലാം പഠിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ MBBS നമ്മൾ പഠിക്കുന്നുണ്ട് മൈക്രോബയോളജിയിലൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 പേജാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 4 പേജ് എനിക്ക് വായിക്കണം. ഓക്കെ, 1 2 3 4 4 പേജ് ഉണ്ട്. 1 2 3 ഒരു പേജ് കൂടി 4 പേജ്. 4 പേജ് ഉണ്ട്. അപ്പോൾ ഈ 4 പേജ് വായിക്കണം. നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. ഒരു പേജിന് എന്ത് ചെയ്യും 15 മിനിറ്റ് എടുത്തിട്ടാണ് വായിക്കുന്നത്. അങ്ങനെ ടൈമർ വെക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ടൈമർ വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ടാബിൽ കാണുന്ന ടൈം നോക്കണ്ട, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാണ്. ടൈമർ ഒരു 15 മിനിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് വായിക്കുന്നത്. മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ ഫസ്റ്റത്തെ 2 പേജ് വായിക്കുന്നത്. ഓക്കെ, നമുക്ക് ബ്രേക്ക് ആണ്, ശരിക്കും ലഞ്ച് ബ്രേക്ക് ആണ്. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് എന്താണ് വീണ്ടും നമ്മൾ സ്റ്റഡി ഹാളിലോട്ട് തന്നെ വരികയാണ്. ഫുഡ് കഴിക്കണം. അതിന്റെ കൂടെ തന്നെ ഞാൻ പറയുമ്പോൾ ഒന്ന് കുളിക്കുന്നവരൊക്കെ രാവിലെ കുളിച്ചവരാണെങ്കിൽ കുളിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാം. അപ്പൊ ഞാനൊക്കെ ഉച്ച ടൈമിലാണ് കുളിക്കാറ്. ചിലപ്പോൾ ഉച്ച ടൈമിൽ തന്നെ എക്സസൈസും ചെയ്യും. അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സ്റ്റഡി സെഷൻ മാത്രമാണ് ഈ ഒരു ഇതിൽ കൊടുക്കുന്നത്. നമ്മളെ അടുത്ത സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായി ഏകദേശം ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:45 ആയി. അപ്പൊ അതിന്റെ മുന്നേ സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ശരിക്കും ഞാൻ എന്റെ ബുക്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബയോഹാക്ക് ആണ്, ബയോളജിയുടെ ബുക്കാണ്. ബയോളജിയുടെ എന്താണ് ബുക്കാണ് ശരിക്കും. ഇത് എക്സാം പേപ്പർ സെറ്റ് ആണ്, ചാപ്റ്റർ വൈസ് എക്സാം പേപ്പർ സെറ്റ് ആണ്. ഞാൻ റിലീസ് ചെയ്താണ്. എന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ നീറ്റിന്റെ എക്സാം പേപ്പർ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് OMR ആണ് കൊടുക്കുന്നത്. OMR ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള OMR തരുന്നുണ്ട്. അറ്റോമിക്സ് ആണ്, കെമിസ്ട്രിയുടേതാണ്. ഫിസിക്സിന്റെ നമ്മുടെ കയ്യിലുണ്ട്. ഫിസിക്സിന്റെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറിയാൽ മതി, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഫിസിക്സ് പ്രിന്റ് ചെയ്ത് റെഡി ആയിട്ടില്ല. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിയാൽ എന്ത് ചെയ്യും, ഡെയിലി എക്സാംസ് എഴുതുന്നത് നല്ലതാണ്, കുറച്ച് ടൈം വെച്ചിട്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. എക്സാം പേപ്പർ എങ്ങനെ എക്സാം എഴുതണം എന്നുള്ളത്, OMR എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉപയോഗിച്ച മെത്തേഡുകളാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ആരും കോപ്പി അടിച്ചിട്ടൊന്നുമല്ല. എന്റെ സ്വന്തമായിട്ടുള്ള ഓരോ മെത്തേഡുകൾ, സ്ട്രാറ്റജീസ് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ എന്റെ സ്റ്റഡി ടേബിൾ കണ്ടാൽ മനസ്സിലാവും. വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നോർമൽ സ്റ്റഡി ടേബിൾ. ഇപ്പൊ പല ആളുകളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വാളിലൊക്കെ ഓരോ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ട് അങ്ങനെ മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ ഒട്ടിക്കും. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ആയിരിക്കും. അങ്ങനെ ഒന്നും അലങ്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നോർമൽ നിങ്ങൾ മാക്സിമം ചെയ്യുമ്പോൾ എന്തായിരിക്കണം, പഠിച്ചിട്ട് എങ്ങനെയും നല്ല സ്കോർ ഉണ്ടാക്കുക, വീക്കിൽ എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതായിരിക്കണം. ഓക്കെ, അപ്പോ ഇത്രയാണല്ലോ പറയാനുള്ളത്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചു. ഏകദേശം 2 മണിക്കൂറിൽ ഫിസിക്സിന്റെ ക്ലാസ് ആണ് കേൾക്കേണ്ടത്. ഫിസിക്സിന്റെ ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യും, ഞാൻ കുറച്ച് ടൈം ഒരു ടീ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ പഠനം തുടങ്ങും. ബയോളജി ഓൾറെഡി റിവൈസ് ചെയ്തു. പിന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നോക്കും. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്നത്തെ സ്റ്റഡി സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. റിവിഷന്റെ ടൈം അതൊക്കെ പറഞ്ഞു തരാം. സോ അങ്ങനെ നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി. ക്ലാസ് ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലാസ് കേൾക്കാണ്. ഏകദേശം 3:45 വരെ ഈ ക്ലാസ് കേൾക്കണം. ഫിസിക്സിന്റെ ക്ലാസ് ആണ്. ഇത് കേട്ടിട്ട് ഇതിന്റെ കൂടെ നോട്ട് എഴുതണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ആദ്യം ക്ലാസ് കേൾക്കട്ടെ. ഏകദേശം 1.5 ഞാൻ കാണുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ എന്താ ചെയ്യുക കഴിഞ്ഞാൽ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ തന്നെ പോസ് ചെയ്യും. ഇപ്പൊ പോസ് ചെയ്തു, ആൾറെഡി ആൻസർ റൺ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. ഒബ്ജക്ട് A, B, C are 3 ഐഡന്റിക്കലി ഇൻസുലേറ്റഡ് സ്ഫെറിക്കൽ കണ്ടക്ടേഴ്സ് ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ വരക്ക നമുക്ക് കൊടുക്കാം. പിന്നെ അതിന്റെ ചാർജസ് തന്നിട്ടുണ്ട്. ഒറിജിനൽ A and B ഹാവ് ചാർജസ്. എക്കും ബിക്കും ഒരു ചാർജ് ആണ്. പിന്നെ C ഹാസ് എ ചാർജ് -6 ആണ്. ഓക്കെ, പിന്നെ ഒബ്ജക്ട് B and C are touched before they are moved apart. ഒരു ആൻസർ കിട്ടി. ആൻസർ കിട്ടിയ ശേഷം എന്ത് ചെയ്യും, പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി എന്ത് ചെയ്യും, ഒരു 2x ഇട്ട് കേൾക്കും. നമുക്ക് ആൾറെഡി ഇത് അറിയാം, അതുകൊണ്ട് 2x ഇട്ട് കേൾക്കാം. ചെയ്തത് മനസ്സിലാക്കി, ആൻസർ കിട്ടി. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താന്നുള്ള അതിന്റെ ആൻസർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് ശരിയാണ്. അപ്പൊ ഓക്കെ, പിന്നെ അത് വേറെ നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ആൾറെഡി ഇത് അറിയാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എഴുതി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കിട്ടില്ല. അപ്പൊ ഇതിന്റെ ആവശ്യം ജസ്റ്റ് നമ്മൾ കണ്ടു, കേട്ടു, എഴുതി, നമുക്ക് ഓക്കെ കോൺസെപ്റ്റ് റെഡി.
നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ അടുത്ത കോൺസെപ്റ്റ് ആണ് ടീച്ച് ചെയ്യുന്നത്. അപ്പോ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അത് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്റ്റഡി സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഏകദേശം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:45 ഇനി 4:30 വരെ നമ്മൾ ടീ ബ്രേക്ക് ആണ്. ഈ ടൈമിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോ വെറുതെ ഇരിക്കണമെങ്കിൽ മൊബൈൽ ഫോണിൽ കളിക്കണമെങ്കിൽ കുറച്ച് ടൈമൊക്കെ നിങ്ങൾ മൊബൈൽ ഫോണിൽ റീൽസ് ഒക്കെ കണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ നീറ്റ് പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഞാനൊക്കെ മൊബൈൽ കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും. കുറച്ച് റീൽസോ കുറച്ച് ഷോർട്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ മൈൻഡ് റിലാക്സ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം ഞാനൊക്കെ കണ്ടിരുന്നത് MBBS വീഡിയോസ് ആണ്. ഇപ്പൊ MBBS ഒരുപാട് വ്ളോഗും ഷോർട്സും ഒക്കെ ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്യാത്ത മോട്ടിവേഷൻ വീഡിയോസ്. അപ്പൊ അത് നിങ്ങൾക്ക് കേൾക്കാം, അങ്ങനത്തെ കേട്ടാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടൈം നിങ്ങൾക്ക് മോട്ടിവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി ഇന്നത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇതെല്ലാം ഒരു വെക്കട്ടെ. ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എടുത്ത കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, നമുക്ക് എടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. ഇപ്പൊ ബയോളജി ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് എന്താണ്, കെമിസ്ട്രി ആണ്. നോട്ടൊന്ന് റിവൈസ് ചെയ്യണം. എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഒറ്റ തവണ വായിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇനി വായിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഈ ബോക്സിലാക്കി വെച്ചാൽ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. അതിനുശേഷം നേരെ ഒരു ബുക്ക് എടുക്കുക. ഈ ബുക്ക് എടുത്തു, സയത്തിന്റെ ബുക്കാണ്, കെമിസ്ട്രിയുടെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്കാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ബുക്കാണ് ടോപ്പിക് വൈസ് ബുക്ക്, ക്വസ്റ്റ്യൻസ് വരുന്ന ബുക്ക്. അങ്ങനെ നമ്മൾ ഇന്ന് പഠിച്ച ഒരു ചാപ്റ്റർ എടുക്കുക. ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ചാപ്റ്റർ എടുത്തു, അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തു. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു നോർമൽ ഒരു പേപ്പർ എടുക്കുക. ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിൽ തന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് പോവുക. ഒരിക്കലും നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പെൻസിൽ ഉപയോഗിച്ച് ഇവിടെ ടിക്ക് ഇടുക. ഓക്കെ, രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ 2 ടിക്ക് ഇടുക. അങ്ങനെ ടിക്ക് ഇട്ടിട്ട് പോകും. ഒരിക്കലും ഓപ്ഷനിൽ ടിക്ക് ഇടരുത്. പിന്നെ നിങ്ങൾ വെരിഫൈ ചെയ്യുക നിങ്ങൾ ആൻസർ കറക്റ്റ് ആണെന്നുള്ളത്. ഏകദേശം ഞാൻ ഒരു 25 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് ഇന്ന് ഫോർ എക്സാമ്പിൾ ഇന്ന് ഈ ഒരു ടോപ്പിക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അണ്ടറിൽ ഏകദേശം എത്ര ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, 52. അതായത് 52 - 31 എത്ര ക്വസ്റ്റ്യൻ, ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അത്ര ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അങ്ങനെ ഇത് ഓക്കെ. അപ്പൊ കെമിസ്ട്രി ഓക്കെ, അന്ന് പഠിച്ചു കഴിഞ്ഞു. കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞു. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് NCERT കെമിസ്ട്രി റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി അത്ര പ്രിഫേർഡ് അല്ല. ഇനിയിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഇൻഓർഗാനിക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ ഉണ്ടല്ലോ. ഏകദേശം നിങ്ങൾ സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് 4:30 മുതൽ 6:30 വരെയാണ്. അപ്പോൾ 4:30 മുതൽ 5:30 വരെ നിങ്ങൾ ടെക്സ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞു, ഫുൾ റീഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ സെറ്റായി കഴിഞ്ഞു, നേരെ ടെക്സ്റ്റ് ഇവിടെ എടുത്തു വെച്ചു. പിന്നെ നിങ്ങൾക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ അറ്റ് ലാസ്റ്റ് ഫൈനൽ നിങ്ങൾ എന്ത് ചെയ്യാം, മൈൻഡ് മാപ്പ് ഉണ്ട്. മൈൻഡ് മാപ്പ് നിങ്ങൾ എക്സാമിന്റെ ആ ടൈമിൽ നോക്കിയാൽ മതി. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇന്നൊരു എക്സാം എഴുതുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കെമിസ്ട്രി ഒരു 40 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ കെമിസ്ട്രി എക്സാം എഴുതുമെന്ന് വിചാരിക്കും. ഒരു എക്സാം പേപ്പർ എടുക്കുക. അറ്റോമിക്സ് ആണ് ഞാൻ റിലീസ് ചെയ്ത ബുക്കാണ്. ഓക്കെ, എക്സാം പേപ്പർ എടുത്തു. എക്സാം പേപ്പർ എടുത്തിട്ട് ഞാൻ ഫിസിക്സിനെ കാണിച്ചിട്ടില്ല, കെമിസ്ട്രി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരു OMR പേപ്പർ എടുത്തു. OMR പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ എക്സാം എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. അറ്റോമിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതിലൊക്കെ ഒരു ചാപ്റ്റർ എടുക്കുക, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുക. ഓക്കെ, അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എടുത്തിട്ട് നിങ്ങൾ 40 മിനിറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബയോഹാക്കിൽ 45 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി നമ്മൾ 45 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ല, നിങ്ങൾ ടൈം സെറ്റാക്കി വേണ്ടിയിട്ട്. ഓക്കെ, ഫിസിക്സിൽ 45 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്, 45 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടു. അതിനുശേഷം ഇതിൽ ബബിൾ ചെയ്തു. ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞുതരാം. നിങ്ങളെ പേരും റോൾ നമ്പറൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം. ഇതിൽ തന്നെ ബബിൾ ചെയ്ത് സെറ്റാക്കി ഇടണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വേറെ കാര്യം ചെയ്യാനുള്ളത്, നിങ്ങൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അറിയാതെ ബബിൾ ചെയ്യരുത്. നിങ്ങൾ നേരെ അടിപൊളിയായിട്ട് ബബിൾ ചെയ്തു, പുറത്തേക്കൊന്നും പോകാതെ സെറ്റാക്കി ബബിൾ ചെയ്തു. അതിനുശേഷം 2 എന്താണ്, 2C ആണ്. നിങ്ങൾ ചെയ്ത ആൻസർ കിട്ടി, പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ടൈം വെച്ചിട്ട് തന്നെ എഴുതുക. നിങ്ങൾ വാച്ചിൽ ടൈം നോക്കിയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, വാച്ചിൽ നിങ്ങൾ ടൈം നോക്കിയിട്ട് തന്നെ ചെയ്യാം. 3C ആണ്, 3C ആണ്. ഓക്കെ, മാറിപ്പോരുത്. 4B ആണ്. ഇൻ കേസ് നിങ്ങളത് മാറിപ്പോയി, നിങ്ങൾ 4 അറിയാതെ C ഇടുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ആൻസർ കണക്ക് കൂട്ടാൻ പാടില്ല. അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി, കാര്യം നിങ്ങൾ പ്രാക്ടീസിങ് ആണ്. അപ്പൊ അത് തെറ്റി, അപ്പൊ ആ ആൻസർ ഒരിക്കലും കൂട്ടാൻ പാടില്ല. പിന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 40 ക്വസ്റ്റൻസിൽ വരിക. ഇതുവരെ നിങ്ങൾ 40 to 45 കെമിസ്ട്രി ബയോളജി ആണെങ്കിൽ 45 ഉണ്ട്. അപ്പോൾ ഒരു പേജ് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ അടുത്ത എക്സാമിനൊക്കെ എഴുതുമ്പോൾ സെയിം പേപ്പർ യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഓക്കെ സെറ്റായി. ഈ ബുക്ക് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് 130 മാർക്ക് ഉണ്ട്. 130 ഇവിടെ എഴുതാം, 130 ഇവിടെ എഴുതാം. പിന്നെ അടുത്ത എക്സാമിൽ 130 എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ളത് അടുത്ത എക്സാമിലെ മാർക്കൊക്കെ നിങ്ങൾ എഴുതുക. അത് നിങ്ങൾ ഓരോ ടൈമിലാണ് എഴുതേണ്ടത്, എപ്പോഴൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ അടുത്ത സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത സ്റ്റഡി സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു
ആറര വരെ നമ്മൾ പഠിച്ചു. 6:30 വരെ പഠിച്ചു. കെമിസ്ട്രി ആണ് നമ്മൾ നോക്കിയത്. ശരിക്കും കെമിസ്ട്രിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് കാണിച്ചു നോയന്മാർ അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ 6:45 6:30 വരെ പഠിച്ചു. ഇനിയിപ്പോൾ 15 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് 6:45 മുതൽ 7:45 8:45 2 മണിക്കൂറും ചെയ്യുമ്പോൾ ഫിസിക്സ് പഠിക്കും. ഫിസിക്സും കെമിസ്ട്രിന്റെ പോലെ തന്നെയാണ് പഠിക്കേണ്ടത്. NCERT അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ഓക്കെ, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചു കഴിഞ്ഞു. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. റിവിഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഞാൻ യൂസ് ചെയ്യുന്ന സൈറ്റിന്റെ മൈൻഡ് മാപ്പാണ്. ഈ മൈൻഡ് മാപ്പിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം മാത്രം നോക്കുക. ഞാൻ ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് മുന്നെടുത്ത ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും. അതിന് മുന്നെടുത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം. ഇപ്പോൾ ബയോളജി ആണെന്നുണ്ടെങ്കിൽ ബയോളജി റിവിഷൻ ചെയ്യുക, ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് റിവിഷൻ ചെയ്യുക. ഓക്കെ, അത് ആ റിവിഷനിലൂടെ നിങ്ങൾ കടന്നു പോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ മറന്നു പോകാൻ എന്നുള്ളത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. അത് മാത്രം റിവൈസ് ചെയ്താൽ മതി. അങ്ങനെ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഒക്കെ എടുത്തു. ഒരു 5-6 ചാപ്റ്റർ റിവൈസ് ചെയ്തെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാനൊക്കെ യൂസ് ചെയ്തിരുന്ന ഈ നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അങ്ങനെ ഏകദേശം നമ്മൾ ഫിസിക്സ് കഴിഞ്ഞു. 8:45 ആകുമ്പോഴത്തേക്ക് ഫിസിക്സ് കഴിഞ്ഞു. പിന്നെ റിവിഷൻ ചെയ്തു. റിവിഷൻ ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:45 മുതൽ 9:15 വരെ, അതായത് 8:45 മുതൽ 9:15 വരെ ഫുഡാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് റിവിഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു 9:15 മുതൽ 11:15 വരെ ഒരു സ്റ്റഡി സെഷൻ ഉണ്ട്. അപ്പോൾ അതിൽ 1 മണിക്കൂർ റിവിഷൻ ചെയ്യുക. ബാക്കിയുള്ള 1 മണിക്കൂർ എന്താണ്, പെൻഡിങ് ക്ലാസ്സസ് ആണ്. ടൈം ഫോർ പെൻഡിങ് ക്ലാസ്സസ് ആണ്. അങ്ങനെ പെൻഡിങ് ക്ലാസ്സസ് എല്ലാം കേട്ട് ഫുൾ സെറ്റായി. അപ്പോൾ ഇന്നത്തെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ ഫോളോ ചെയ്തു. ഓരോ ഇത് തീരുമ്പോൾ നിങ്ങളത് ടിക്കറ്റ് ഇങ്ങനെ പോവുക. കറക്റ്റ് ഷെഡ്യൂൾ ഫോളോ ചെയ്തു. പെൻഡിങ് ക്ലാസ്സസ് തീർന്നു. ഇനി ഒന്നുമില്ല. ഇന്ന് ഫ്രഷ് ആയിട്ട് ഉറങ്ങുക. ഏകദേശം 6 മണിക്കൂറിൽ ഉറങ്ങാൻ നോക്കുക. മിനിമം 6 മണിക്കൂർ ഉറങ്ങണം. അതിനുശേഷം സെയിം ടുമോറോ നിങ്ങൾക്ക് പ്ലാനർ മാറ്റുന്നെങ്കിൽ പ്ലാനൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ സെറ്റാക്കി പഠിക്കും. ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റഡി വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നീറ്റ് ആസ്പിറന്റ്, ലിവിങ് ലൈക്ക് എ നീറ്റ് ആസ്പിറന്റ് വൺസ് മോർ എന്നുള്ള ഒരു കണ്ടന്റ് ഇതാണ്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഇട്ടില്ല, നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുൾ ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.